ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ, ഈ സംഘടനയുടെ തലപ്പത്തുള്ള സർക്കാർ സർവീസിൽ ഇരുന്നു കൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ സമ്പ്രദായത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള സംഘടനാ നേതാക്കൾ മാത്രമാണ് കേരളത്തിൽ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കാനായിട്ട് തടസ്സമായി നിൽക്കുന്നത് എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം കേന്ദ്ര സർക്കാരും കേരള സർക്കാരും കൃത്യമായി രേഖാമൂലം പറഞ്ഞിട്ടും ഇപ്പോഴും PFRDA വാദം അവർ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്നു. കേരളത്തിലെ ഏറ്റവും ശക്തമായ സർവീസ് സംഘടനയാണ് എന്ന അവരുടെ തെറ്റിദ്ധാരണയും ഭരണാനുകൂല സംഘടനയാണ് എന്ന ശരിയായ ധാരണയും ആണ് ഇതിന് പ്രധാന കാരണം. നേരത്തെ പറഞ്ഞ ഭരണാനുകൂല സംഘടനയുടെ ഭാരവാഹികൾ എല്ലാവരും തന്നെ 2013 ഏപ്രിൽ 1 മുന്നേ ജോലിയിൽ പ്രവേശിച്ചവരാണ്. അവർ പഴയ പെൻഷൻ സമ്പ്രദായത്തിൽ ഭാവിയിൽ വിരമിക്കാൻ പോകുന്നവരുമാണ്. അതിനാൽ തന്നെ തങ്ങൾ വിരമിക്കുന്നത് വരെയും തങ്ങളുടെ സർവീസ് ആനുകൂല്യങ്ങൾ മാത്രം സംരക്ഷിച്ചു പോകുന്നതാണ് ഭാവിയിൽ അവർക്ക് സുരക്ഷിതമെന്ന് അവർ വിശ്വസിക്കുന്നു. ഒരു തരത്തിൽ ചിന്തിച്ചാൽ അവരുടെ പെൻഷനോ മറ്റാനുകൂല്യങ്ങളോ കുറഞ്ഞു പോകുമോ എന്നുള്ള ഒരു ഭയവും അവരെ ഇക്കാര്യത്തിൽ ചിന്തിപ്പിക്കുന്നുണ്ടാകാം. അതായത് തങ്ങൾക്ക് മാത്രം KSR പാർട്ട് 3 പ്രകാരമുള്ള എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കണമെന്ന അവരുടെ സ്വാർത്ഥ ചിന്താഗതിയാണ് അവരെ ഇത്തരത്തിൽ ചിന്തിപ്പിക്കുന്നത്. കേരളത്തിലെ പ്രമുഖ ഭരണാനുകൂല സംഘടനയുടെ തലപ്പത്തോ നേതൃസ്ഥാനത്തോ പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽപ്പെട്ട ജീവനക്കാർ ആരും തന്നെ ഇല്ല. അതായത് പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ട ജീവനക്കാരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനോ അവർക്ക് വേണ്ടി സംസാരിക്കാനോ ഈ സംഘടനയിൽ OPS ജീവനക്കാരായ നേതാക്കൾക്ക് ഒട്ടും താല്പര്യമില്ല എന്നർത്ഥം. അവർ പങ്കാളിത്ത പെൻഷൻ ജീവനക്കാരെ കാണുന്നത് വെറും ഫണ്ട് പിരിവിന് വേണ്ടിയുള്ള കറവ പശുക്കളെ പോലെയാണ്. ഇവരെ ചോദ്യം ചെയ്യുന്ന NPS ജീവനക്കാരോട് അവർ പറയുന്നത് കേന്ദ്ര സർക്കാർ PFRDA നിയമം പിൻവലിക്കാത്തത് കൊണ്ട് മാത്രമാണ് കേരളത്തിൽ NPS തുടരുന്നത് എന്നാണ്. ഇത്തരം വ്യാജവാദങ്ങൾ നിരത്തി അവർ NPS ജീവനക്കാരുടെ മുന്നിൽ നിന്ന് പലപ്പോഴും ഒളിച്ചോടുന്നതും നമ്മൾ കാണാറുണ്ട്. ഈ പ്രമുഖ സംഘടനയുടെ തലപ്പത്ത് പങ്കാളിത്ത പെൻഷൻ ജീവനക്കാർ എന്തെങ്കിലും വരുന്ന ഒരു കാലമുണ്ടായാൽ എന്ത് സംഭവിക്കും? അന്ന് തീരും ഇവരുടെ ഈ PFRDA വാദം. കാരണം പങ്കാളിത്ത പെൻഷൻ ജീവനക്കാർക്ക് നഷ്ടപ്പെട്ട ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി അവൻ തന്നെ മുന്നോട്ട് വരണം. അല്ലാതെ ഇവിടുത്തെ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻകാരായ ഇത്തരം നേതാക്കളെ വിശ്വസിച്ചുകൊണ്ട് ഇനിയും നമ്മൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇനി NPS ജീവനക്കാർ ചെയ്യേണ്ടത് എന്താണ്? PFRDA വാദമുയർത്തി അങ്ങനെ ഒരു പുകമറ സൃഷ്ടിച്ച് കഴിഞ്ഞ 8 വർഷം പങ്കാളിത്ത പെൻഷൻ ജീവനക്കാരായ നമ്മളെ കബളിപ്പിച്ച, നമ്മളെ പറഞ്ഞു പറ്റിച്ച ഇവിടുത്തെ ഈ പറയുന്ന ഭരണാനുകൂല സംഘടനകളുടെ അണികളായി അടിമകളായി നിൽക്കുന്ന NPS ജീവനക്കാർ ആ ചങ്ങല പൊട്ടിച്ച് പുറത്തു വരണം. അവർക്ക് ഫണ്ട് പിരിവ് നൽകാതെ ബഹിഷ്കരിക്കണം. അവരുടെ ഇത്തരം നിലപാടുകൾക്കെതിരെ ശക്തമായ പ്രതിഷേധ പരിപാടികൾ നടപ്പിലാക്കണം. അവരുടെ പ്രഹസന സമ്മേളനങ്ങളിൽ പങ്കെടുക്കാതെ ഒഴിഞ്ഞു മാറണം. അണികളാണ് ഏതൊരു സംഘടനയുടെയും ശക്തി. സർക്കാർ ജീവനക്കാരായ അണികൾക്ക് വേണ്ടി പ്രവർത്തിക്കാത്ത ഒരു സംഘടനയിൽ അണികളായി നിൽക്കുന്നത് എന്തിനാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. യാതൊരു ഉപകാരവുമില്ലാതെ ഇത്തരം സംഘടനയിൽ തുടരുന്നത് ഉചിതമല്ല എന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ. കാരണം 2016 മുതൽ നാളിതുവരെയും ഈ സംഘടനയും ഈ സംഘടന പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനവും പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കാൻ വേണ്ടി ഒരു ചെറുവിരൽ പോലും അനക്കിയിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് കേരളത്തിൽ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കാൻ ഈ പറയുന്ന പ്രമുഖ സംഘടനയ്ക്കോ ഈ സംഘടന പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിക്കോ താല്പര്യമില്ല എന്നുള്ളത് തന്നെയാണ്. കേരളത്തിൽ 5 ലക്ഷത്തിൽ പരം വരുന്ന ജീവനക്കാരിൽ ഏകദേശം 2 ലക്ഷത്തോളം പങ്കാളിത്ത പെൻഷൻ ജീവനക്കാരായി മാറിക്കഴിഞ്ഞു. NPS ജീവനക്കാർ വർഗവഞ്ചകരായ സർവീസ് സംഘടനയുടെ പൊള്ളത്തരങ്ങൾ, വ്യാജ പ്രചരണങ്ങൾ, പ്രഹസന സമരങ്ങൾ എന്നിവ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. 2 ലക്ഷത്തിൽ പരം വരുന്ന പങ്കാളിത്ത പെൻഷൻ ജീവനക്കാരെ പറ്റിച്ച്
ഇനിയും ആ പ്രമുഖ സംഘടനയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. PFRDA വാദമുന്നയിച്ച് സമരം നടത്തുന്ന ഈ ഏക സംഘടന അവർക്ക് ഇനിയും NPS ജീവനക്കാരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനാകില്ല. പങ്കാളിത്ത പെൻഷൻ ജീവനക്കാർ ഉണരണം. ഇത് നമ്മുടെ ഒരു അവസരമാണ്. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ.